കുമ്പിടിത്തള്ള രേണുസുതി അവിടേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്തിട്ട് കുറേയധികം സംഗതികൾ ഒപ്പിച്ചു വെച്ചിട്ടാണ് പോയെന്ന് തോന്നുന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ, ഇതിനകത്തുള്ള ഇതിന് മുമ്പ് പ്ലാൻ ചെയ്ത് വെച്ച സാധനമാണ്. നമുക്കൊന്ന് കാണാം. ഞാൻ ഇപ്പം തന്നെ ഒരു വീഡിയോ, ഞാൻ എൻ്റെ ഒരു റീല് ഞാൻ മറ്റേ ഇത് അടിച്ചിട്ട് ഞാൻ ഒരു റീൽ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്നിട്ട് ആൾക്കാർ ആ പാതാളത്തിലുള്ളവർ കള്ള പ്രൊഫൈലൊക്കെ ഉണ്ടാക്കിയിട്ട് അവന്മാർ വന്നിട്ട് ഇതിൻ്റെ താഴെ പറയും നിൻ്റെ അയ്യം, നിൻ്റെ ഡാൻസ് കൊള്ളൂല, നീ പാഴ് കേസ്, നീ മരപ്പാഴ് എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും. രേണുവിന് അങ്ങനെ സങ്കടം വരും? രേണു എൻ്റെ സങ്കടങ്ങളൊക്കെ എന്താ പറയുക, ഒരു പരിധി വരെ തീർന്നെന്നാണ് പറയേണ്ടത്. വേറൊന്നുമല്ല, ഈ ഒരു നെഗറ്റീവ് കമന്റ്സിനോട്. കാരണം നമ്മളെ സംബന്ധിച്ച് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആർക്കും എന്നെ വ്യക്തിപരമായിട്ട് അറിയാത്ത ആൾക്കാരാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മളെ അറിയാത്ത ആൾക്കാർ ഒളിഞ്ഞു നിന്ന് നമ്മളെ പറയുന്നതും നേർക്ക് നേരെ നിന്ന് പറഞ്ഞ രണ്ടാണ്. അപ്പൊ ഞാൻ ആലോചിക്കുക, അവരുടെ മാനസികാവസ്ഥ, അവർക്കൊന്നും ആകാൻ പറ്റുന്നില്ല. ഇപ്പം തമ്പുരാൻ പറഞ്ഞ പോലെ മൊബൈൽ തുറന്ന രേണുസുതി, യൂട്യൂബ് തുറന്ന രേണുസുതി, അപ്പുറത്തോട്ട് ഇൻസ്റ്റാഗ്രാം തുറന്ന ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഇട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ട്രോൾ കണ്ടായിരുന്നു, നമുക്ക് ഇൻസ്റ്റാഗ്രാം വെച്ച് രേണുഗ്രാം എന്നാക്കാന്ന്. അപ്പം എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഇവര് പഠിച്ച പണി 18 നോക്കിട്ട് ഒന്നും പറ്റണില്ല. അതുകൊണ്ടാണ് അവർ ഈ കമന്റ്സ് ഇടുന്നത്. അപ്പൊ നമ്മളതൊക്കെ, ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഓരോ നെഗറ്റീവ് കമന്റ്സും ഓരോ പൂമാലകളായിട്ട് ഞാൻ സ്വീകരിക്കും. അതെ, മാവേലിയെ കണ്ടപ്പോ കേരളമെന്നായി പോയി. രേണുസുതി കാര്യം ചോട്ടെ. ഇപ്പൊ സുധി അണ്ണന്റെ വൈഫ് എന്ന നിലയിൽ ഇപ്പം സുധി അണ്ണൻ മരണശേഷമാണ് ഈ കലാരംഗത്തേക്ക് കടന്നു വന്നപ്പം തമ്പുരാന്റെ ഒരു സംശയം എന്നോട് ചോദിക്കുകയായിരുന്നു, രേണുസുതി ഫേമസ് ആയി ഇപ്പോ? അത് കഴിവ് 100%. മലയാളത്തിലെ ഒരു സിനിമാ സ്റ്റാറിന് കിട്ടുന്ന ഫെമിലിയാരിറ്റി രേണുസുതിക്കുണ്ട്. ഉദ്ഘാടനങ്ങളും പരിപാടികളൊക്കെ വരുന്നുണ്ട്. ഉദ്ഘാടനത്തിന് എങ്ങനെയാണ് രേണുസുതി ഉദ്ഘാടനം തിരഞ്ഞെടുത്തതാണോ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്, അതോ എല്ലാ? ഒരിക്കലും ഇല്ല. നമുക്ക് വരുന്ന ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം 2 ഉദ്ഘാടനം മുടങ്ങിപ്പോയിരുന്നു. കാരണം എനിക്ക് ഷോർട്ട് ഫിലിം ആൽബം ഡേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതിന്, എന്നെ സംബന്ധിച്ച് ഞാൻ ആളെ കണ്ട് ജീവിച്ചുകൊണ്ട് ഞാനും അധികം പേയ്മെന്റ് ഒന്നും വാങ്ങിക്കാറില്ല. വാങ്ങിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇപ്പം എനിക്ക് 2 മക്കളുണ്ട്. മക്കളുടെ കാര്യം ഞാൻ നോക്കും. എൻ്റെ പപ്പായമ്മയും പ്രായമായുള്ള അപ്പച്ചനും അമ്മച്ചി, അതായത് അപ്പായമ്മയുണ്ട്, അവരെ ഞാൻ നോക്കണം. ഒരു വീട് കഴിയണമെങ്കിൽ എത്രത്തോളം നമുക്ക്, ഞാൻ ഒരാളെ ഉള്ളൂ കഷ്ടപ്പെടാനുള്ളത്. കാരണം പപ്പായ്ക്ക് ജോലിയില്ല, അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റൂല, അമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നോക്കി, ഇപ്പം കിച്ചു മൂത്ത മോൻ 20 വയസ്സുണ്ട്, മോൻ്റെ കാര്യങ്ങളും എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അവനെ നോക്കുന്നുണ്ട്. ഏകദേശം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? രേണു ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാ പോയത്. ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതായിരുന്നു പരിപാടി പുള്ളിക്കാരത്തിയുടെ. ബിഗ് ബോസ്. എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, ഒരു വ്യക്തിക്ക് ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. അത് കിട്ടാൻ ഒരുപാട് പേര് കഷ്ടപ്പെടുകയും, ഇതുപോലെ ഇപ്പം ശ്രീലക്ഷ്മി അറയ്ക്കൽ, അവർ കുറേ ദിവസം കഷ്ടപ്പെട്ടിരുന്നു, ഇതിനൊക്കെ പോയിരുന്നു എന്നൊക്കെ. ഒത്തിരി കഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. ഒത്തിരി പേയ്മെൻറ്റും ചിലവാക്കി അതിൻ്റെ പിറകിൽ. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു അവസരം കൊടുക്കുന്നതിന് പകരം ഈ സ്ത്രീക്ക് എന്തിനു അവസരം കൊടുത്തു എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു ഓറിയൻറ്റഡ് പീപ്പിൾ, മീൻസ് ഇപ്പം സീരിയല്, സിനിമ, അങ്ങനെ കുറേ സഹനടന്മാർ, ആ ബേസ് ചെയ്തിട്ടുള്ള കുറേ പേരാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും രേണുവിന് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ എന്നാലും ഇതല്ലാതെ കുറേ ഇൻ്റലക്ച്വൽ തോട്ടുള്ളവരെ ഇനി കയറ്റുമ്പോൾ ആ സമയത്ത് അങ്ങനെയുള്ളവരെ കയറ്റുമായിരിക്കാം. എന്താണ് അവരുടെ ഉദ്ദേശമൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ശ്രീലക്ഷ്മിക്ക് കൊടുക്കേണ്ട ഒരു അവസരം അത് ഈ പറഞ്ഞൊരു പന്നത്തിക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഷോയ്ക്ക് കൊടുക്കുന്ന വാല്യൂ അത്രയേ ഉള്ളൂ. ആ സ്ത്രീക്ക് കുറച്ച് മീഡിയ അറ്റൻഷൻ കിട്ടും, ശരിയാണ്. ഇവിടെ കുറേ പേര്, കുറേ യൂട്യൂബേഴ്സ് അവരെ തന്നെ എടുത്തു വെച്ച് അർമാദിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെ കൺസേൺ ചെയ്താണ് നിങ്ങൾ അവരവിടെ വെച്ചിരിക്കുന്നതെങ്കിൽ സത്യം വന്ന ഫീലിംഗ് പിറ്റി എന്നേ പറയാനുള്ളൂ. പൂച്ചം മാത്രമേ ഉള്ളൂ. ആ സ്ത്രീ അവിടെ നിന്ന് ഇറക്കി വിടൂ പ്ലീസ്. ആ മലന്നങ്ങനെ മാലന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോയിട്ടുള്ളത്. പിന്നെ ഇപ്പോഴും തന്നെ കുറേയധികം മീഡിയ പേഴ്സൺസ് ഒക്കെ പോയിട്ട് മൈക്കും കൊണ്ട് ചെന്ന് ഓരോരുത്തരുടെ, അപ്പോൾ മുൻപ് ഉണ്ടായിരുന്ന മത്സരാർത്ഥികളുടെ അടുത്തൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, രേണുവിനെ പറ്റി എന്താ അഭിപ്രായം, എന്ത് വാഴ അഭിപ്രായം പറയാൻ, ചുമ്മാ മലന്ന് കിടക്കുന്നവളെ പറ്റി എന്ത് അഭിപ്രായം പറയാനാണ് നിങ്ങൾ പറയണം? അതിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പുറത്ത് പോകുമായിരിക്കുമല്ലോ അടുത്ത ആഴ്ച, നിങ്ങൾക്ക് പോകണമെന്ന് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പാ അതൊക്കെ അവർ ഡിലീറ്റ് ചെയ്ത് കാണുമെന്ന്. അപ്പോൾ ഇത് അവർ ആളെ പറ്റിക്കുക. ഈ സ്ത്രീ മൊത്തത്തിൽ ആളെ പറ്റിപ്പാണ് ഈ തള്ളയുടെ കുഴപ്പം. എന്നാലും ഒരു മര്യാദയൊക്കെ വേണ്ടേ? അതായത് ബിഗ് ബോസിന് അത്യാവശ്യമുള്ള ദിവസങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് മോങ്ങിയും ഡ്രാമയൊക്കെ കാണിച്ച് ഒരു കണ്ടന്റ് കൊടുക്കുക. ആൻഡ് ദെൻ വെള്ളിയാഴ്ച ആകുമ്പോൾ കുറച്ച് ആക്റ്റീവ് ആകുക, വ്യാഴാഴ്ച ആകുമ്പോൾ ലാ എന്ന് പറഞ്ഞിട്ട് സോപ്പിട്ടിഞ്ഞ് നിൽക്കുക. അതാണ് ആ സ്ത്രീയുടെ ഉദ്ദേശം എന്ന് തോന്നുന്നു. ആകെ മൊത്തത്തിൽ ജഗബൊഗ തരികിട സ്ത്രീ ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പുറത്തും ഇങ്ങനെ തന്നെ, അകത്തും ഇങ്ങനെ തന്നെ. ആകെ മൊത്തം രേണുസുതി മയം. പിടിച്ച് പുറത്താക്കി കൂടെ ഗൈസ്. വോട്ടിൽ ഏറ്റവും കൂടുതൽ അവൾക്ക് വോട്ട് വീണുകൊണ്ടിരിക്കുന്ന PR വർക്കിലൂടെയാണെന്ന് പറയുന്നത്. PR വർക്കാ അല്ലാത്ത വർക്കാ എന്ത് തന്നെയായാലും ഒരു സ്വയബോധമുള്ള ആളാണ് അതിൻ്റെ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്നുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ ഒരു തീരുമാനമെടുത്തൂടെ? ഈ സ്ത്രീ അവിടെ ഇരുന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ഹിപ്നോട്ടിക്സ് ഡ്രാമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാത്തതെന്തെന്നറിയാം. ഞാനും ഒരു വിധവയാണ്. ചില സമയങ്ങളിൽ നമുക്കത് കാണുമ്പോൾ വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാകും. എന്തിനാ വെറുതെ അത് കേൾക്കുന്നതെന്ന് വെച്ചിട്ടാണ്.
ഇതൊക്കെ ആ സമയോചിതമായ സമയങ്ങളിൽ ഇടാൻ വേണ്ടി തിട്ടപ്പെടുത്തി വെച്ചിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവളൊരു 10 ലക്ഷം രൂപ അവിടെ നിന്ന് കിട്ടുമെന്ന് വയ്ക്കുക, 8 ലക്ഷം രൂപ ഇവൾ PR ഒക്കെ കൊടുത്തിട്ടാണ് പോയിരിക്കണേന്ന് തോന്നുന്നു. അങ്ങനെയാണ് മനസ്സിലാവുന്നത്. എന്ത് തന്നെ ആയാലും വാഴ തോരൻ അവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആ സ്പേസിൽ വേറെ ആരെങ്കിലും അവിടെ സ്റ്റിക്ക് ചെയ്യും. ഇതിനേക്കാൾ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നവരായിരുന്നു മറ്റേ ശാരിക എന്ന് പറയുമ്പം ആ ഹോട്ട് സീറ്റർ ശാരികയല്ല, മറ്റേ കുട്ടിയുണ്ടല്ലോ സീരിയൽ അഭിനയിച്ച കുട്ടി, അത് നല്ല പ്ലെയർ ആയിരുന്നു. എന്താ അതിനെ പറഞ്ഞു വിട്ടേന്ന് അറിയത്തില്ല. കുലസ്ത്രീ പരിവേഷം കാണിക്കുന്നുണ്ടായിരിക്കാം, കരഞ്ഞൊക്കെ കാണിച്ച ഡ്രാമയൊക്കെ കൊണ്ടായിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും അവർ കുറച്ചുകൂടെ ഇവരെക്കാൾ ആപ്റ്റ് അവരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അവർക്കായിരുന്നു കുറച്ചുകൂടെ സ്പേസ് കിട്ടേണ്ടിയിരുന്നത്. എന്തിനാ ഈ സ്ത്രീ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാകും. ബിഗ് ബോസിന് ചെറുന്ന നേരം തീരെ തലയ്ക്ക് താമസം ഇല്ലാന്ന് തോന്നുന്നു. ഒരു വാഴ തള്ളയെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് രേണു സുധി യാത്ര TV ഞാൻ തല്ലി പൊട്ടിക്കും. വൃത്തികെട്ട സാധനം, ചുമ്മാ അങ്ങ് ഡ്രാമയാണ്. ഇന്ന് അവരുടെ ആ അത്തപ്പൂക്കള മത്സരത്തിൽ സത്യത്തിൽ ലവ്മാർക്ക് ആ ഗുണ്ട ടീമുകൾ വിജയിക്കാനുള്ള കാരണം ഈ പെണ്ണുമ്പിളയാണ്. ഒരു അന്തവും കുന്തവും ബോധമില്ലാത്ത ഒരു പൊട്ട സാധനം, ഒരു പേട്ട് സാധനം. എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും, എനിക്കിഷ്ടമുള്ളത് ഏതാണ്ട് രജനീകാന്ത് സിനിമ കണ്ടിട്ടാണ് അതിനകത്ത് കയറിയിരിക്കണേന്ന് തോന്നുന്നു. ഒന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.